ജിഷ്ണു എന്നിട്ട് പാട്ട് പാടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി പാടാം. ഇത് പാട്ട് പാടുന്ന പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ജിഷ്ണു ഡാൻസ് പഠിപ്പിക്കുക. ജിഷ്ണുവിന് ഡാൻസ് ജിഷ്ണുടെ അച്ഛൻ പറഞ്ഞെടുത്തോടാണ് അവന് ഡാൻസ് അറിയത്തില്ല, അവന് ഡാൻസ് പഠിപ്പിക്കണം. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ നമ്മ ഒഴിവ് സമയത്ത് ജിഷ്ണുവിന് ഡാൻസ് ക്ലാസ് ആണ്. അങ്ങനെ ലാസ്റ്റ് കരഞ്ഞു, എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. ഞാൻ പറഞ്ഞു പിന്നെന്താണ്, എനിക്ക് ഡാൻസ് അല്ല പാട്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ശരി എന്നാ നീ ഒരു പാട്ട് പാടുന്നു പറഞ്ഞു. പാട്ട് പാടിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയി. സൂപ്പർ. ഏത് പാട്ടാ നീ പാടിയത്? ഇളമഞ്ഞിനും കുളിരുമായി സൂപ്പറായിട്ട് പാടിയാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, പാടിയാളും കരഞ്ഞയാളും എല്ലാം കൂടെ ഒരുമിച്ച് പാടാം. നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടിക്കാം. ഇളമഞ്ഞ് തന്നെയാണോ? അപ്പൊ പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു പാട്ട് തീരുമാനിക്കുക, അതങ്ങ് പാടുക. അറിയുന്ന പാട്ട് ഏതാണ്? തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. കൊള്ളാം. തുമ്പിക്ക് എന്താ ജലദോഷമായിരുന്നു? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പാടില്ല, ഞാനിപ്പോഴാണ് അറിയുന്നത്. ആണല്ലേ? അല്ലേ? നിങ്ങൾ തുമ്പികളെ കാണാറുണ്ടോ? പിന്നെ തുമ്പിനെ പിടിക്കാൻ ഒരുപാട് നടന്നിട്ടുള്ള ആളാണ്. ആണോ? തുമ്പിയെ കൊണ്ടോ? ഇപ്പൊ തുമ്പി ഇവിടെ കിടക്ക് വരും. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാറുണ്ടോ? കല്ലല്ല, പാറയാണ് എടുപ്പിക്കുന്നത്. നിങ്ങള് ഈ ഒഴിവ് സമയങ്ങളിൽ എന്തൊക്കെ ചെയ്യും? ഒഴിവ് സമയങ്ങളില് നല്ല ബുക്സ് ഒക്കെ ഇങ്ങനെ വായിക്കും. ഫ്രണ്ട്സിനായിട്ട് ബാലരമയൊക്കെ നല്ല കഥയുടെ നീ വായിക്കാൻ തന്നെ ഉണ്ട്. ഞാൻ മെസ്സേജ് ചാറ്റ് ചെയ്യല്, ഫ്രണ്ട്സിനായിട്ട് ചാറ്റ് ചെയ്യല്. അക്സസറീസ് കൂടുതലുണ്ടല്ലോ, അതെന്താണ്? എന്റെ ആക്സസറീസ് കൂടുതൽ, അത് എന്റെ ഒരു സ്റ്റൈൽ അതാണ്. തോരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നല്ലേ? നമ്മളിങ്ങനെ സ്റ്റൈലൊക്കെ ഇവർക്കൊക്കെ കുശുമ്പാ. നമ്മളെന്ത് ചെയ്യാനാ? കുശുമ്പ വരാൻ പാടില്ല, മുടിയനായ പുത്രനാണ് അല്ലേ? നമ്മളെ കുട്ടികളിങ്ങനെ നോക്കുമ്പോ ഇത് എന്ത് സ്റ്റൈലാണ്, ആ കുട്ടി കൂട്ടത്തിലെ ഏറ്റവും സ്റ്റൈൽ ആ കുട്ടിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർക്ക് പിടിക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവർക്ക് ഏറ്റവും ഒരു കുശുമ്പാണ്. നമ്മള് ആ കുട്ടി കൂട്ടത്തില് ആ കുട്ടി ഭയങ്കര ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ തല ഒന്നും പറഞ്ഞു എന്നെ പിടിച്ച് സ്പൈക്ക് ചെയ്ത് സുരേഷ് ബാബു സാറിന്റെ അടുത്ത് കൊണ്ടത് തന്നെ ഇവൻ പറഞ്ഞു, സാർ ഇനി ഇങ്ങനെ വെച്ച് അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. സാർ നീ എവനെ ഈ സീരിയലിൽ വാഴാൻ സമ്മതിക്കും. കാരണം പിന്നെ എത്ര നല്ല സ്റ്റൈലല്ലോ, നമ്മള് പിന്നെ കുഴപ്പമില്ല. അത് തേവരയുടെ പ്രത്യേകതയാണല്ലേ? തേവരയിലെ കുട്ടികളുടെ പ്രത്യേകത. ഞാൻ താമസിക്കുന്ന പള്ളുരുത്തിയിലാണ്. പള്ളുരുത്തിയിൽ അവിടെ ഒരാളുണ്ടല്ലോ, സാജൻ ഉണ്ടല്ലോ. സാജന്റെ വീടിനടുത്താണ് പ്രദീപേട്ടൻ. എങ്ങനെയാണ് ഇതിനകത്തോട്ട് വരുന്നത്? ഈ ഇതിലേക്ക് ഞാൻ മിമിക്രിയിലൂടെയാണ് വന്നത്. കലാഭവനിൽ മിമിക്രി പഠിച്ചു. മിമിക്രി പഠിച്ചു. അങ്ങനെ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ നമ്മുടെ സിനിമാല ഡയാന സിൽവസ്റ്റർ മാഡം കലാഭവനിൽ വന്നു. ഒരു കുട്ടി ഇങ്ങനെ ഒരു കലാഭവനിൽ ഇങ്ങനെ ഒരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂ ചെയ്തെടുത്താണ്. അതിൽ ടിനിയേട്ടന്റെ പിന്നെ സുബി ചേച്ചിയുടെ മകനായിട്ട് ഒരു സാധനം ചെയ്തു. അങ്ങനെ അവിടെയാണ് സ്റ്റാർട്ടിങ്. പിന്നെ അതിൽ നിന്ന് സിനിമാലയെന്നാണ് സ്റ്റാർട്ടിങ്. ഇപ്പോഴും ഞാൻ സിനിമാലടക്ക് ഞാൻ ചെയ്യാറുണ്ട്. സിനിമാലിന്റെ സ്റ്റാർട്ടിങ് കോമഡി പ്രോഗ്രാംസ്. കലാഭവനിൽ വന്നത് എങ്ങനെയാണ്? കലാഭവനിൽ വന്ന് എന്റെ ചേട്ടനെ ആയിരുന്നു ആദ്യം ഡാൻസ് പഠിപ്പിക്കാൻ അവിടെ ചേർത്തിയത്. എന്റെ ചേട്ടനെ പഠിപ്പിക്കാൻ ഞാനും അവിടെ ഇങ്ങനെ ചേട്ടൻ മിമിക്രി എന്നെക്കാളും നന്നായിട്ട് ചെയ്യുക ആള്. മിമിക്രിയും ഡാൻസ് ഒക്കെ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടോ സീരിയലുകളിൽ? ചേട്ടൻ ഡബിങ് ആർട്ടിസ്റ്റാണ്. അല്ലാണ്ട് അഭിനയിക്കാനൊന്നും ചേട്ടന് ഇഷ്ടമല്ല. പുള്ളിക്ക് ബോഡി ബിൽഡിങ്ങിനോടൊക്കെയാ താല്പര്യം. പുള്ളിയപ്പോ ചേട്ടനെയാണ് പഠിപ്പിക്കാൻ കൊണ്ടുവന്നത്. ശരീരമല്ല, ശരീരം കണ്ടാൽ മതി. നിങ്ങൾ എത്ര പേര്? ഞങ്ങള് 2 ആൺകുട്ടികള്, ഞാനും ചേട്ടനും. എന്തിനധികമല്ലേ? ചേട്ടനിപ്പോ ഡിഗ്രി 3rd ഇയർ പഠിക്കാണ്, ഞാൻ 10ലും. നിങ്ങൾ എത്ര പേരുണ്ട്? ഞാനും എന്റെ അനിയത്തിയും. അനിയത്തി 8ലാണ്. അനിയത്തി ഇനി അഭിനയിക്കാൻ? അനിയത്തി അഭിനയിച്ചിട്ടുണ്ട് ഇതില്, ചെറുതായി ഇതിനകത്തുണ്ട്. അപ്പൊ സ്കൂളില് പാട്ടിന് വേറെ എന്തൊക്കെ ഉണ്ട്? സ്കൂളില് ഡാൻസിനൊക്കെ പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. എന്ത്? ഭരതനാട്യം ക്ലാസിക്കൽ.
അപ്പൊ അരങ്ങേറ്റം ആയോ? അരങ്ങിട്ടൊക്കെ കഴിഞ്ഞു. അനിയത്തി നല്ല ഡാൻസറാ, എന്നെക്കാട്ടിലും നല്ല ഡാൻസറാ, ഡാൻസറാണ്. നല്ല ആക്ട് ചെയ്യും. ഭയങ്കര ടാലന്റ് കേട്ടോ. അച്ഛനും അമ്മയും? അച്ഛൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ട്. അമ്മ ഹൗസ് വൈഫാണ്. എന്തൊക്കെയാണ് പാട്ട് ഡാൻസ് ഉണ്ട്? പാട്ടും ഡാൻസ് പഠിക്കുന്നുണ്ട്. എവിടെ? സാറ് വന്ന് പഠിപ്പിക്കും. സാറ് വന്ന് പഠിപ്പിക്കും, വേണമെങ്കിൽ വന്ന് പഠിപ്പിച്ചോ. അല്ല, എനിക്കിപ്പോ ഈ സ്കൂൾസ് ഒക്കെ ആകുമ്പോ സാറ്റർഡേ സൺഡേ അങ്ങനെയൊക്കെ വെക്കും. എനിക്ക് ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ സാറ് വരുമ്പോ നമ്മള് വിളിക്കും, അങ്ങനെ സാറ്. അപ്പൊ പിന്നെ സ്കൂളൊക്കെ ആകുമ്പോ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പഠിക്കല്ലേ, ഇതാകുമ്പോ ഇങ്ങനെ ഒറ്റയായിട്ട് ഇങ്ങനെ പഠിച്ചു കളിച്ചോ സ്റ്റേജില്? സ്റ്റേജില് സ്കൂൾസിൽ അങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ളൂ. ഇനി വേണം ഒന്ന് പുറത്തും കളിക്കാൻ അല്ലേ? ഇനി കിടക്കല്ലേ വർഷങ്ങൾ. ഡബ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണോ എല്ലാവരും? എനിക്ക് വേറെ ആണ്. നിങ്ങൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും ചിരിച്ചും പാടിയും ആടിയും നിങ്ങളുടേതായ ലോകത്ത് കൊച്ചു കൊച്ചു ചിത്രശലഭങ്ങളായി എങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ്. പ്രേക്ഷകർക്ക് കാണാനും നിങ്ങളെ കഥാപാത്രങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ജീവനോടെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ, നിങ്ങൾ എന്തുമാത്രം കുട്ടിത്തരങ്ങൾ, എന്തുമാത്രം വികൃതികൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട്, സ്റ്റോക്കുകൾ എന്തുമാത്രം ഉണ്ടെന്നിപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളെ കിട്ടിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. പ്രേക്ഷകർക്കും ഇത് കണ്ടല്ലോ, ഇത്രയും സഹിച്ചത് പോരെ, ഇനി എത്രയോ കാണാൻ കിടക്കുന്നു. ഭാവിയിൽ വലിയ 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 ഉന്നത കലാകാരന്മാരാവട്ടെ. ഇതുവരെ പങ്കെടുത്തതിൽ, ഇതുവരെ സഹകരിച്ചതിലും ഒരുപാട് നന്ദി. നമസ്കാരം.